ഇന്ദ്രപ്രസ്ഥ രാജധാനിയിൽ നിന്നും യാത്ര പറഞ്ഞിറങ്ങിയ അർജുനൻ ഒരുപാട് പുണ്യദേശങ്ങളും ക്ഷേത്രങ്ങളുമെല്ലാം സന്ദർശിച്ച് ഒടുവിൽ ഗംഗാ നദിയുടെ തീരത്തെത്തി. ചില ബ്രാഹ്മണരും സന്യാസിമാരും അർജുനനെ തീർത്ഥയാത്രയിൽ അനുഗമിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഗംഗാതീരത്ത് കുറച്ചുനാൾ താമസിക്കുവാൻ തന്നെ എല്ലാവരും ചേർന്ന് തീർച്ചപ്പെടുത്തി. അങ്ങനെയിരിക്കെ ഒരു നാൾ ഗംഗയിൽ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന അർജുനനെ പെട്ടെന്നാരോ പിടിച്ചു വലിച്ചുകൊണ്ട് വെള്ളത്തിന്റെ അടിത്തട്ടിലേക്ക് കൊണ്ടുപോയി. നാഗലോകത്തായിരുന്നു ഒടുക്കം അർജുനൻ ചെന്നെത്തിയത്. അർജുനനെ കൊണ്ടുപോയതാവട്ടെ അതിസുന്ദരിയായ ഒരു യുവതിയുമായിരുന്നു. ഒന്നും മനസ്സിലാവാതെ നിന്ന അർജുനനെ നോക്കി അവൾ പറഞ്ഞു, "ഇത് നാഗരാജാവായ കൗരവ്യന്റെ രാജധാനിയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ പുത്രി ഉലൂബി. ഗംഗാതീരത്ത് നിൽക്കുകയായിരുന്ന അങ്ങയെ കണ്ടപ്പോൾ തന്നെ എനിക്ക് പ്രണയമുണ്ടായിരിക്കുന്നു. ദയവായി അല്പകാലം എന്നോടൊത്ത് ഇവിടെ ജീവിച്ചാലും." എന്നാൽ താനൊരു തീർത്ഥാടനത്തിലാണെന്നും അവളോടൊപ്പം കഴിയുവാൻ സാധിക്കുകയില്ല എന്നും അർജുനൻ തുറന്നു പറഞ്ഞു. പക്ഷേ അർജുനനോടുള്ള പ്രണയം തലയ്ക്ക് പിടിച്ച ഉലൂബി ഒടുവിൽ അർജുനൻ തന്നോടൊപ്പം അവിടെ കഴിഞ്ഞില്ലെങ്കിൽ താൻ ആത്മഹത്യ ചെയ്യുന്നതായിരിക്കും എന്ന് തന്നെ അറിയിച്ചു. അവസാനം അർജുനനും തന്റെ വാദം നിർത്തി അന്നൊരു നാൾ അവിടെ ഉലൂബിയോടൊപ്പം താമസിക്കാമെന്ന് സമ്മതിച്ചു. അതോടെ ഉലൂബിയും സന്തോഷവതിയായി. പിറ്റേന്ന് ഉലൂബി തന്നെ അർജുനനെ ഗംഗാതീരത്ത് കൊണ്ടുചെന്നാക്കി. പിരിയാൻ നേരം അർജുനന് ഒരു വരവും കൂടെ ഉലൂബി നൽകി. "ഇനി മുതൽ ജലത്തിനകത്തും അങ്ങേക്ക് അസാമാന്യ ശക്തി ഉണ്ടാവട്ടെ. ജലജീവികളെയെല്ലാം എളുപ്പത്തിൽ തന്നെ നേരിടാനും സാധിക്കട്ടെ." കാലം കഴിഞ്ഞപ്പോൾ ഉലൂബിക്ക് അർജുനനിൽ ജനിച്ച പുത്രനാണ് ഇരാവൻ. കുളിക്കുവാൻ പോയ അർജുനനെ ഗംഗാനദിയിൽ കാണാതായതിനാൽ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം പരിഭ്രമിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ അവിടെ തന്നെ അർജുനൻ പിറ്റേന്ന് പ്രത്യക്ഷനായപ്പോൾ എല്ലാവരും ആശ്ചര്യപ്പെട്ടു പോയി. അവരോടൊക്കെ അർജുനൻ തനിക്കുണ്ടായ അനുഭവം വിസ്തരിച്ചു പറഞ്ഞുകൊടുത്തു. കുറച്ചുനാൾ കൂടി അവിടെ തന്നെ താമസിച്ച ശേഷം എല്ലാവരും വീണ്ടും തീർത്ഥാടനം തുടർന്നു. വടക്ക് ഹിമാലയത്തിലുള്ള പുണ്യസ്ഥലങ്ങളെല്ലാം സന്ദർശിച്ച ശേഷം ഹിമവാനിൽ നിന്നും താഴേക്കിറങ്ങി കിഴക്കോട്ടേക്ക് യാത്ര തുടർന്നു. ശേഷം കാശി സന്ദർശിച്ച് കലിംഗ രാജ്യത്തിലെത്തി. അവിടെ വെച്ച് അർജുനന്റെ സമ്മതത്തോടെ തന്നെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം മടങ്ങിപ്പോയി. അർജുനനാവട്ടെ തന്റെ യാത്ര തെക്ക് ദിശയിലേക്ക് തുടർന്നു. പല മനോഹര സ്ഥലങ്ങളും കണ്ട ശേഷം അർജുനൻ ഒടുവിൽ ചോളരാജ്യത്തിന്റെ തലസ്ഥാനമായ മണിപുരത്തിൽ എത്തിച്ചേർന്നു. ചിത്രവാഹനനായിരുന്നു അന്ന് മണിപുരം വാണിരുന്നത്. അദ്ദേഹത്തിന്റെ പുത്രിയായിരുന്നു ചിത്രാംഗത. യാദൃശ്ചികമായി ഒരു നാൾ അവളെ കണ്ട അർജുനൻ രാജകുമാരിയിൽ മോഹിതനാവുകയും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. ആ ആഗ്രഹമറിഞ്ഞ ചിത്രവാഹനൻ അതിന് സമ്മതിച്ച് തന്റെ മകളെ മധ്യപാണ്ഡവന് ഏറെ സന്തോഷത്തോടെ തന്നെ വിവാഹം ചെയ്തു നൽകി. ശേഷം അർജുനൻ ചിത്രാംഗതയോടൊപ്പം ഏറെ നാൾ അവിടെ താമസിച്ചു. അവർക്കുണ്ടായ പുത്രനാണ് ബഭ്രുവാഹനൻ. 3 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പാർത്ഥൻ തന്റെ യാത്ര തുടർന്നു. സമുദ്രതീരത്തു കൂടി യാത്ര തുടർന്ന അർജുനൻ പിന്നീട് കുറെ മുനിമാർ താമസിക്കുകയായിരുന്ന ഒരു പുണ്യസ്ഥലത്ത് എത്തുകയുണ്ടായി. എന്നാൽ അവിടെ പ്രസിദ്ധങ്ങളായ 5 തീർത്ഥങ്ങൾ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണുകയുണ്ടായി. അതിന്റെ കാരണം അന്വേഷിച്ച അർജുനനോട് മുനിമാർ ആ 5 തീർത്ഥങ്ങളിലും ഭയങ്കരമായ മുതലകൾ വസിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതിന്റെ ആക്രമണം ഭയന്നാണ് ആരും അതിലേക്ക് ഇറങ്ങാത്തത് എന്നും പറഞ്ഞു. അത്രയും മനോഹരങ്ങളും സ്ഫടിക സമാനങ്ങളുമായ ആ തീർത്ഥങ്ങൾ അങ്ങനെ ആർക്കും വേണ്ടാതെ കിടക്കുന്നത് കണ്ട് അർജുനന് വലിയ വിഷമമായി. രണ്ടും കൽപ്പിച്ച് അതിലൊന്നിലേക്ക് ഇറങ്ങി നോക്കാൻ തന്നെ അർജുനൻ തീർച്ചപ്പെടുത്തി. കണ്ടുനിന്ന മുനിമാരെല്ലാം തടയാൻ ശ്രമിച്ചെങ്കിലും അർജുനൻ ആദ്യത്തെ സൗഭദ്രം എന്ന തീർത്ഥത്തിലേക്ക് ഇറങ്ങി. പറഞ്ഞതുപോലെ തന്നെ അതിഭീമാകാരമായ ഒരു മുതല മുകളിലേക്ക് ഉയർന്നു വന്ന് അർജുനന്റെ കാലിൽ പിടികൂടി. അർജുനനാവട്ടെ ഒട്ടും പതറാതെ ശക്തിയോടെ ആ മുതലയെ പിടിച്ച് കരക്കേക്കിട്ടു. അത്ഭുതമെന്നോണം കരയിലേക്ക് വീണ മുതല ഞൊടിയിട കൊണ്ട് അതിസുന്ദരിയായ ഒരു സ്ത്രീയായി മാറി. ശേഷം അർജുനനെ നോക്കി പറഞ്ഞു, "ഞാൻ വർഗ എന്നു പേരായ ഒരു അപ്സരസാണ്.
പണ്ടൊരിക്കൽ ഞാനും എൻ്റെ 4 സഖിമാരും ഒരു വനത്തിൽ കൂടി യാത്ര ചെയ്യവേ അവിടെ തപസ് ചെയ്യുകയായിരുന്ന ഒരു മുനിവര്യനെ കണ്ടു. ഞങ്ങൾ അപ്പോഴത്തെ ഒരു കൗതുകത്തിന് അദ്ദേഹത്തിന്റെ തപസ്സിന് വിഘ്നം വരുത്താനായി എന്തൊക്കെയോ ചെയ്തു. ഒടുവിൽ കണ്ണു തുറന്ന മഹർഷി കുപിതനായി ഞങ്ങളെ ശപിച്ചു. വർഷങ്ങളോളം ഞങ്ങൾ ഇനി മുതലകളായി ജീവിക്കട്ടെ എന്ന്. തെറ്റ് മനസ്സിലാക്കിയ ഞങ്ങൾ അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിച്ചു. ഒടുവിൽ അലിവ് തോന്നിയ അദ്ദേഹം ഞങ്ങൾക്ക് ശാപമോക്ഷത്തിനുള്ള അനുഗ്രഹം തന്നു. ഒരു നാൾ വീരനായ ഒരാൾ ഞങ്ങൾ പാർക്കുന്ന തീർത്ഥത്തിലെത്തി ഞങ്ങളെ കരയിലേക്ക് വലിച്ചിടുമെന്നും യഥാസമയം ശാപമോക്ഷം ലഭിക്കുമെന്നും. പിന്നീട് നാരദ മുനിയാണ് ഞങ്ങളോട് അങ്ങേയും പ്രതീക്ഷിച്ച് ഈ തീർത്ഥങ്ങളിൽ വന്ന് താമസിക്കാൻ പറഞ്ഞത്. ഏറെനാളത്തെ കാത്തിരിപ്പിന് ശേഷം എനിക്ക് അങ്ങയിലൂടെ ശാപമോക്ഷം ലഭിച്ചു. ഇനി ഇതുപോലെ തന്നെ അടുത്ത തീർത്ഥങ്ങളിൽ വസിക്കുന്ന എന്റെ സഖിമാരെയും അങ്ങ് ശാപമോക്ഷത്തിനായി സഹായിച്ചാലും. അത് കേട്ട് അലിവ് തോന്നിയ അർജുനൻ അടുത്ത 4 തീർത്ഥങ്ങളിലും ഇറങ്ങി അവിടത്തെ മുതലകളെയും കൂടി വലിച്ച് കരയിലേക്കിട്ടു. വർഗ പറഞ്ഞതുപോലെ തന്നെ കരയിൽ എത്തിയ ഉടൻ അവയും സുന്ദരികളായ അപ്സരസുകളായി മാറി. എല്ലാവരും അർജുനനോട് നന്ദി പറഞ്ഞ് അവിടെ നിന്നും അപ്രത്യക്ഷരായി. 5 തീർത്ഥങ്ങളും അങ്ങനെ മനുഷ്യയോഗ്യമായത് കണ്ട് അവിടെ വസിച്ചിരുന്ന മുനിമാരും സന്തുഷ്ടരായി. അവരുടെ എല്ലാം അനുഗ്രഹം ഏറ്റുവാങ്ങി അർജുനൻ തിരികെ മണിപുരത്തിലേക്ക് തന്നെ മടങ്ങി വന്നു. അവിടെ ചിത്രാംഗതയോടും ബഭ്രുവാഹനനോടും കൂടെ കുറച്ചുനാൾ കൂടെ താമസിച്ച് ഇനി ഇന്ദ്രപ്രസ്ഥത്തിൽ വെച്ച് കണ്ടുമുട്ടാമെന്നും പറഞ്ഞ് അർജുനൻ വീണ്ടും തന്റെ യാത്ര തുടർന്നു. ശേഷം പടിഞ്ഞാറേ കടൽ തീരത്തിലൂടെ നടന്ന് പല പുണ്യക്ഷേത്രങ്ങളും സന്ദർശിച്ച് അവസാനം പ്രഭാസ തീർത്ഥത്തിലെത്തി അവിടെ കുറച്ചുനാൾ താമസിക്കുവാൻ തീരുമാനിച്ചു. ഇതറിഞ്ഞ കൃഷ്ണൻ അർജുനനെ കാണുവാനായി അവിടേക്ക് വന്നു. ഏറെ നേരത്തെ കുശല പ്രശ്നത്തിന് ശേഷം രണ്ടുപേരും അടുത്തുള്ള രൈവതക പർവ്വതത്തിൽ പോയി താമസിക്കുവാൻ ഉറപ്പിച്ചു. കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം അവിടെ ഒരു വാസമന്ദിരം നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ കുറെ സമയം ചിലവഴിച്ച ശേഷം കൃഷ്ണന്റെ തന്നെ തേരിൽ കയറി രണ്ടുപേരും ദ്വാരകയിലേക്ക് പുറപ്പെട്ടു. ദ്വാരകയിലെത്തിയ അർജുനനെ അതിഗംഭീരമായ ഒരു വരവേൽപ്പ് തന്നെ ലഭിച്ചു. അങ്ങനെ അവിടെ താമസിക്കുന്ന സമയത്ത് രൈവതക പർവ്വതത്തിൽ യാദവന്മാരുടെ വലിയൊരു ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു. ഉത്സവത്തിൽ പങ്കെടുക്കുവാനായി ഉഗ്രസേന മഹാരാജാവും ബലരാമനും മറ്റു പല യാദവ പ്രമുഖന്മാരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അർജുനനാവട്ടെ കൃഷ്ണന്റെ കൂടെ എല്ലായിടങ്ങളിലും ചുറ്റി നടന്ന് ഉത്സവം കാണുകയായിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ദൃഷ്ടി സർവാഭരണ വിഭൂഷിതയായി സഖീമധ്യത്തിൽ നിൽക്കുകയായിരുന്ന ഒരു സുന്ദരിയുടെ മേൽ പതിഞ്ഞു. അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്ന അർജുനനെ നോക്കി കൃഷ്ണൻ പറഞ്ഞു, അതെന്റെ സഹോദരി സുഭദ്രയാണ്. അവളെ വിവാഹം ചെയ്യാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുവേണ്ട ഏർപ്പാടുകളെല്ലാം ഞാൻ ചെയ്തു തരാം. അത് കേട്ടപ്പോൾ അർജുനനും വലിയ സന്തോഷമായി. കൃഷ്ണ സഹോദരി തന്റെ പത്നിയായി കിട്ടുന്നത് വലിയൊരു മഹാഭാഗ്യമായി തന്നെ അർജുനനും കണ്ടു. അതിനായി താൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അർജുനൻ ചോദിച്ചപ്പോൾ കൃഷ്ണൻ മറുപടി പറഞ്ഞു, ക്ഷത്രിയന്മാർക്ക് വിധിച്ച മാർഗം സ്വയംവരമാണ്. എന്നാൽ അതിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. ആകയാൽ എന്റെ സഹോദരിയെ നീ അപഹരിച്ചു കൊണ്ടുപോയിക്കൊള്ളൂ. ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. അർജുനൻ പിറ്റേ ദിവസം തന്നെ നായാട്ടിനാണെന്നും പറഞ്ഞ് കൃഷ്ണന്റെ തേരിൽ കയറി പുറപ്പെട്ടു. സുഭദ്ര അന്ന് രൈവതക പർവ്വതത്തിൽ ഉത്സവത്തിനായി പോയിട്ടുണ്ടായിരുന്നു എന്നറിഞ്ഞ് വഴിയിൽ തന്നെ അവൾക്കായി കാത്തുനിന്നു. സുഭദ്ര ദ്വാരകയിലേക്ക് മടങ്ങാൻ ആ വഴി എത്തിയപ്പോൾ അർജുനൻ അവളുടെ മുന്നിലേക്ക് ചെന്നു. സുഭദ്രയ്ക്കും കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ അറിയാമായിരുന്നു. സുഭദ്രയെ തേരിലേക്ക് പിടിച്ചു കയറ്റി അർജുനൻ വളരെ വേഗത്തിൽ തേരുമായി അവിടെ നിന്നും യാത്രയായി. എന്നാൽ ഇതുകണ്ട യാദവന്മാരെല്ലാം ക്ഷോഭിച്ച് ആയുധങ്ങളുമേന്തി യുദ്ധസന്നദ്ധരായി തന്നെ അർജുനന് പുറകെ പുറപ്പെടാനൊരുങ്ങി. ഇതുകണ്ട ബലരാമൻ പറഞ്ഞു, നിൽക്കൂ, കൃഷ്ണന്റെ അഭിപ്രായം കൂടി അറിഞ്ഞിട്ട് മതി എന്തെങ്കിലും പ്രവർത്തിക്കാൻ. ശേഷം എല്ലാവരും കൃഷ്ണന്റെ അടുത്തേക്ക് ചെന്നു. ബലരാമൻ തന്നെ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് കൃഷ്ണനോട് ചോദിച്ചു, എന്താ കൃഷ്ണ നീ മിണ്ടാതെ ഇരിക്കുന്നത്? ആ അർജുനൻ ചെയ്തത് വലിയ ധിക്കാരമല്ലേ? ഞാൻ അവനെതിരെ യുദ്ധത്തിനായി പോവുകയാണ്, അതല്ലേ അതിനുള്ള പരിഹാരം? കാര്യങ്ങളെല്ലാം അറിയാവുന്ന കൃഷ്ണൻ ബലരാമനെ നോക്കി ശാന്തമായി തന്നെ പറഞ്ഞു, ജ്യേഷ്ഠ, കാര്യങ്ങളെപ്പറ്റി നല്ലവണ്ണം ആലോചിച്ചു മതി എന്തെങ്കിലും പ്രവർത്തിക്കുന്നത്.
നമ്മുടെ സഹോദരിക്ക് അർജുനനേക്കാൾ അനുരൂപനായ ഒരു വരനെ വേറെ കിട്ടാനുണ്ടോ? അവൾക്കത് സമ്മതമാണെങ്കിൽ പിന്നെ നാം എന്തിനാണ് എതിർക്കുന്നത്? അർജുനൻ നമ്മുടെ അച്ഛൻ പെങ്ങളുടെ മകനല്ലേ? ഉത്കൃഷ്ടമായ ഭരതവംശത്തിൽ ജനിച്ചവനല്ലേ? ലോക ധനുർധരൻ എന്ന് ഗുരുവായ ദ്രോണാചാര്യർ തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ? എല്ലാം കൊണ്ടും അർജുനൻ നമ്മുടെ ബന്ധുവാകുന്നത് തന്നെയല്ലേ നല്ലത്? ജ്യേഷ്ഠൻ പറഞ്ഞാൽ അർജുനനുമായുള്ള യുദ്ധത്തിന് ഞാൻ തന്നെ പോകാം. പക്ഷെ പിന്നെ വിഷമിക്കുന്നതും ദുഃഖിക്കുന്നതും ആരാണ്? നമ്മുടെ പ്രിയ സഹോദരി തന്നെയല്ലേ? ഇനി യുദ്ധത്തിൽ വില്ലാളി വീരനായ അർജുനൻ നമ്മുടെ സൈന്യത്തെ തോൽപ്പിക്കുകയാണെങ്കിൽ നമുക്കുണ്ടാവുന്ന അപമാനവും കൂടി ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ നിലയ്ക്ക് നാം അർജുനനെ കൂട്ടിക്കൊണ്ടുവന്ന് സഹോദരിയെ യഥാവിധി വിവാഹം ചെയ്തു കൊടുക്കുന്നതാണ് ഉചിതമായിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയെല്ലാം ജ്യേഷ്ഠന്റെ ഇഷ്ടം പോലെ. കൃഷ്ണന്റെ വാക്കുകൾ കേട്ട് ബലരാമന്റെ കോപം ശമിച്ചു. കൃഷ്ണൻ പറയുന്നത് തന്നെയാണ് ഉചിതമെന്ന് അദ്ദേഹത്തിനും തോന്നി. ശേഷം അർജുനന്റെ പുറകെ പോയി അവരെ കണ്ടുപിടിച്ച് സമാധാനിപ്പിച്ച് തിരികെ കൊണ്ടുവന്ന് സുഭദ്രയെ യഥാവിധി വിവാഹം ചെയ്തു കൊടുത്തു. വിവാഹാനന്തരം 1 കൊല്ലത്തോളം അർജുനൻ സന്തോഷത്തോടെ ദ്വാരകയിൽ താമസിച്ചു. പിന്നീടുള്ള തീർത്ഥകാലം പുഷ്കര തീർത്ഥത്തിലും കഴിച്ചുകൂട്ടി. അങ്ങനെ ഒടുവിൽ 12 വർഷത്തെ യാത്രയ്ക്ക് ശേഷം അർജുനൻ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് തന്നെ തിരികെ എത്തി. അർജുനനെ കണ്ട യുധിഷ്ഠിരനും സഹോദരങ്ങൾക്കും ഏറെ സന്തോഷമായി. എല്ലാവരും ചേർന്ന് സുഭദ്രയെ യഥാവിധി കൂട്ടിക്കൊണ്ടുവന്ന് അർജുന പത്നിയായി സ്വീകരിച്ചു. 12 വർഷങ്ങളായി അർജുന വിയോഗത്താൽ ഉണ്ടായിരുന്ന മ്ലാനതയെല്ലാം പോയി വീണ്ടും ഇന്ദ്രപ്രസ്ഥം സന്തോഷത്തിലും സമൃദ്ധിയിലുമായി. തങ്ങളുടെ അനുജത്തിയുടെ ഭർതൃഗൃഹത്തിലേക്ക് കൃഷ്ണനും ബലരാമനും ധാരാളം പാരിതോഷികങ്ങളുമായി വന്നു. അവർ പരിവാര സമേതം കുറച്ചുകാലം അവിടെ താമസിച്ചു. ശേഷം ബലരാമനും മറ്റുള്ളവരും ദ്വാരകയിലേക്ക് തന്നെ മടങ്ങി. എന്നാൽ കൃഷ്ണൻ അർജുനനും ഒന്നിച്ച് കുറച്ചുകാലം കൂടി ഇന്ദ്രപ്രസ്ഥത്തിൽ താമസിക്കുവാൻ തീരുമാനിച്ചു. കാലം കഴിഞ്ഞപ്പോൾ സുഭദ്ര ഗർഭിണിയാവുകയും അതിതേജസ്വിയായ ഒരു പുത്രന് ജന്മം നൽകുകയും ചെയ്തു. കുമാരനെ അഭിമന്യു എന്ന് നാമകരണം ചെയ്തു. കൃഷ്ണന് തന്റെ അനന്തിരവനോട് പ്രത്യേക വാത്സല്യമുണ്ടായിരുന്നു. യഥാസമയമായപ്പോൾ അർജുനൻ തന്നെ അഭിമന്യുവിന് ശസ്ത്രവിദ്യകളെല്ലാം അഭ്യസിപ്പിച്ചു. പാഞ്ചാലിയും 5 പുത്രന്മാർക്ക് ജന്മം നൽകി. യുധിഷ്ഠിരന്റെ പുത്രനാണ് പ്രതിവിന്ധ്യൻ. ഭീമസേനന്റെ പുത്രൻ സുതസോമൻ. അർജുനന്റെ പുത്രൻ ശ്രുതകർമാവ്. നകുലന്റെ പുത്രൻ ശതാനീകൻ. സഹദേവന്റെ പുത്രനാണ് ശ്രുതസേനൻ. 5 പേരും അഭിമന്യുവും പരസ്പര സ്നേഹത്തോടെ പരാക്രമശാലികളായി വളർന്നു വന്നു. അവരെ കണ്ട് പാണ്ഡവരും അതീവ സന്തുഷ്ടരായി.